വീണ്ടും ന്യൂസ് മോർണിംഗിലേക്ക് ഇനി സിറിയയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് സിറിയ. നമുക്കറിയാം, വിമതർ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനി സിറിയ എന്ന രാഷ്ട്രത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ സിറിയയിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമാക്രമണം കൂടി നടന്നിരിക്കുന്നു. ആയുധങ്ങൾ വിമതർക്ക് ലഭിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സേന വിശദീകരിച്ചു. സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷറുൽ അസദിനും കുടുംബത്തിനും അഭയം നൽകുമെന്ന് റഷ്യ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സാലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാലി, ബഷറുൽ അസദ് എവിടേക്ക് പോകുമെന്നുള്ള ചോദ്യമായിരുന്നു. എന്തായാലും ബഷറുൽ അസദ് സുരക്ഷിതനായ അദ്ദേഹം കുടുംബവും മോസ്കോയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി ഉയരുന്ന ചോദ്യങ്ങൾ സിറിയയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ വിമതരുടെ നിലപാട് എന്താണ്? എത്തരത്തിലുള്ള ഒരു ഭരണം അവിടെ നടത്താനുള്ള ഒരു തീരുമാനം, അതിന് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു സഹായം കൂടെ ലഭിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ വ്യക്തത നമുക്ക് വരുന്നില്ല. മാത്രമല്ല, ഇന്നലെ ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണവും ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നു സാലി? ജിൽസി, ആദ്യം തന്നെ നമുക്ക് അസദിനെ സംബന്ധിച്ച ദുരൂഹതകൾ അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇന്നലെ രാത്രി, ഇന്നലെ വൈകിട്ട് ഈ വിമതർ ദമസ്കസ് പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് ദമസ്കസിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിലാണ് അസദ് റഷ്യയിലേക്ക് തിരിച്ചത്. പക്ഷേ ഈ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഇതിൻ്റെ ട്രാൻസ്പോണ്ടേഴ്സ് ഓഫാകുന്നു. അതായത് ഈ വിമാനത്തെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഉപകരണം ഓഫാകുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു പ്രചാരണം ഈ വിമതർ വെടിവെച്ചിട്ടു എന്നതായിരുന്നു. പക്ഷേ ആ പ്രചാരണമെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. ഇപ്പോൾ റഷ്യയിൽ ഉണ്ട് അദ്ദേഹം എന്നത് റഷ്യ തന്നെ സ്ഥിരീകരിക്കുന്നു. ബഷാറുൽ അസദും അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മയും 2 കുട്ടികളും റഷ്യയിലെ മോസ്കോയിലുണ്ട്. അവർക്ക് അഭയം നൽകി എന്നതും റഷ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇനി സിറിയയുടെ ഭാവി എങ്ങോട്ടാണ് എന്നതാണ്. ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ ചില സൂചനകൾ, ഇന്നലെ ദമസ്കസിലെ ഉമയ്യദ് മസ്ജിദിൽ, പള്ളിയിൽ ഈ ജുലാനി, അതായത് HTSന്റെ തലവൻ തങ്ങളുടെ അണികളെ കണ്ടിരുന്നു, അണികളോട് സംസാരിച്ചിരുന്നു. അതിൽ അദ്ദേഹം നൽകുന്ന സൂചനകൾ ഇസ്ലാമികമായ മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഭരണം എന്നതാണ്. അതോടൊപ്പം തന്നെ കൂടെയുള്ള, അതായത് സിറിയയിലുള്ള വംശീയ ന്യൂനപക്ഷങ്ങൾ, അതായത് ക്രിസ്ത്യൻസ് ഉണ്ട്, അതോടൊപ്പം ജൂത വംശജരുണ്ട്, മാത്രമല്ല ദ്രൂസ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഭരണത്തിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഷിയാക്കളുണ്ട്. ഈ വിഭാഗങ്ങളെയെല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് അദ്ദേഹം നൽകുന്ന വാഗ്ദാനം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണം എത്തരത്തിലാകും എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിലും വർഷങ്ങളിലും നമുക്ക് കണ്ടു കാണുക എന്നത് മാത്രമേ വഴിയുള്ളൂ. കാരണം നേരത്തെ അദ്ദേഹം ഈ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇദ്ലിബ് എന്ന ചെറിയൊരു പ്രദേശത്ത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ആധിപത്യം ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്നുള്ളത്, ഇന്ന് UN ഇക്കാര്യത്തിൽ UN രക്ഷാസമിതി ചേരാനിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയിച്ചെങ്കിലും ഒരു തരത്തിലും ഈ സിറിയയിലെ നീക്കങ്ങളിൽ ഇടപെടാൻ അവർ തയ്യാറായിരുന്നില്ല. അത് ഇനി ഈ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഈ സിറിയയെ സ്വാധീനിക്കും എന്നത് ഇന്ന് രാത്രി UN യോഗത്തിൽ കൂടുതൽ വ്യക്തമാകും. മാത്രമല്ല, ഏറ്റവും അവസാനമായി സിറിയയിൽ നിരവധിയിടങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഈ വിമതർ തങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സേന വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ സേന നശിപ്പിച്ചതിൽ അത്യന്താധുനിക മിസൈൽ സംവിധാനങ്ങളടക്കമുണ്ട് എന്നതാണ് നമുക്ക് കാണേണ്ടത്. വരും ദിവസങ്ങളിലെ ഇസ്രായേലിനോടുള്ള സിറിയൻ സർക്കാരിന്റെ സമീപനം എന്തായിരിക്കും എന്നതും കാണേണ്ടത്.